ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഫ്രോക്ക് നെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള മോഡലും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫീഡിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ടിൽ സിബ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സിബ് ചെറിയ സൈസാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്, ചെറുത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നൈറ്റി തുണി എടുത്തിട്ടുണ്ട്, നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 35.5 കേട്ടോ. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 36 എടുക്കാം കേട്ടോ. നമുക്ക് എടുക്കുന്ന സമയത്ത് 36 ചെസ്റ്റ് അളവ് വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു നൈറ്റി ചെയ്യുന്നത്. നമ്മൾ ലെങ്ത്ത് വരുന്നത് 54 ഇഞ്ചാണ്. 54 ഇഞ്ചിൻ്റെ ഒന്നിച്ചും ഏകദേശം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. പിന്നെ അത്രേ ബാക്കിയുള്ളൂ കേട്ടോ, കുറച്ച് ചെറിയൊരു ഒരു ഇഞ്ചാറ്റിയെ പിന്നെ ബാലൻസ് അതിൽ വരുന്നില്ല. മാക്സിമം നൈറ്റി തുണി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെക്കിൻ്റെ വിടുത്തും അതുപോലെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ നൈറ്റി തുണീൻ്റെ ഡിസൈൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്നല്ല, ഇതുപോലെ മുകളിലോട്ടേക്ക് മാത്രം വരുന്ന ടൈപ്പ് ഡിസൈനാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് മുകളിലോട്ടും ബാക്കിലേക്ക് നേരെ താഴത്തേക്കും ഡിസൈൻ വരും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ സെൻറ്ററിലെ കട്ടാക്കുക, ലെങ്ത്ത് നോക്കിയിട്ട് സെൻറ്ററിലെ കട്ടാക്കിയിട്ട് ഇതുപോലെ കറക്റ്റ് ഡിസൈൻ ഇത് മുകളിലോട്ടാണ് കേട്ടോ. ഈ ഒരു ഡിസൈനില്ലേ അതേ മുകളിലോട്ട് വരുന്ന കണക്ക് തന്നെ നമ്മുടെ ഈ ഒരു ഡിസൈനും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എനിക്ക് ഏകദേശം ലെങ്ത്ത് 54 ഇഞ്ചോളം വേണം. ലെങ്ത്ത് ആകെ നൈറ്റി തുണിക്ക് അത്രയേ ഉള്ളൂ. പിന്നെ 54 ഇഞ്ച് തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് പിന്നെ ഒരു ഇഞ്ചാറ്റിയെ താഴത്തെ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ള് ലെങ്ത്ത് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജോയിൻറ്റ് വരും. കാരണം സാധാരണ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടാണ് നമ്മുടെ ഇതെല്ലാം വരക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആം ഹോളി വരുന്ന ഭാഗത്തു നിന്നാണ് നമുക്ക് സ്ലീവ് കിട്ടരുത്. അപ്പോൾ ഇവിടെ മടക്കി വരുന്ന സമയത്ത് നമുക്ക് നല്ല വൃത്തി സ്ലീവ് കിട്ടും. അപ്പം ഇങ്ങനെ വരുന്ന നൈറ്റി തുണിയാകുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ജോയിൻ്റ് ഇടാണ്ട് അടിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ഫ്രോക്ക് നൈറ്റി ചെയ്യുന്ന സമയത്ത് ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്ന്ന് കിട്ടും. 54 പറയുമ്പോൾ ഏകദേശം ഫുൾ ലെങ്ത്ത് ആയി. അപ്പം എനിക്ക് ഇവിടുന്ന് വേറെ വഴിയില്ല, നൈറ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ടല്ലോ. ടോപ്പ് ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജോയിൻ്റ് വരുന്ന രീതിക്കായിരിക്കും സ്ലീവ് കിട്ടില്ല കേട്ടോ. ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കഴുത്തിൻ്റെ അകലാണ് കേട്ടോ. കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് ഏകദേശം ഒരു 2.25 ഇഞ്ചോളം കഴുത്തിൻ്റെ അകലം എടുക്കുന്നുണ്ട്. അവിടുന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നതാണ്. 3 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ വേണ്ടത്. 3 ഇഞ്ചിൻ്റെ ഒന്നിച്ച് ഒരു 3/4 ഇഞ്ച് 3 ഇഞ്ചിൻ്റെ ഒന്നിച്ച് ഒരു 3/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഏകദേശം ഒരു 6.5 ഇഞ്ചോളം നമുക്ക് നമ്മുടെ ഷോൾഡർ മൊത്തത്തിൽ വരും കേട്ടോ. 6.5 ഇഞ്ചോളം നമുക്ക് കിട്ടും. ഇനി നമ്മൾ അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ ആം ഹോളായ 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അതായത് ഇവിടുന്ന് താഴത്തേക്ക് നമുക്ക് ആം ഹോൾ വരുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഫ്രോക്ക് നൈറ്റി ഏകദേശം ഒരു 36 ചെസ്റ്റ് അളവ് വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ്. അപ്പം 36 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി വരുന്നത് 36 / 4 വരുമ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പം നമുക്ക് നൈറ്റി അടിക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു അളവ് തന്നെ അല്ല എടുക്കേണ്ട, കുറച്ച് ലൂസിലെടുക്കണം. ഒരുപാട് ലൂസ് വേണ്ട, ചെറിയൊരു ലൂസ്, എന്നാൽ ആ ഒരു ഷേപ്പ് വേണ്ട. അപ്പം അതുകൊണ്ട് ഞാൻ എന്താക്കി 36 ഞാൻ എന്താക്കി ഒരു 38 അളവിൽ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ചെറിയതായിട്ടൊരു ലൂസ്. അപ്പോൾ 38 ചെയ്യുന്ന സമയത്ത് 38 4 ഹരിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 9.5 ഇഞ്ച് കിട്ടുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു 9.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ തയ്യൽ തുമ്പിന് 1 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, നമ്മൾ മാക്സി അടിക്കുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റ് അളവിനേക്കാളും കുറച്ച് ലൂസ് കൊടുക്കണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അത് ഷേപ്പിൽ വേണമെങ്കിൽ കൊടുക്കണ്ട. നമ്മുടെ ഈ ഒരു 6 ഇഞ്ചിൻ്റെ പകുതിയായ ഒരു 3 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. നമുക്ക് ആം ഹോൾ വരക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 3 ഇഞ്ചും നമ്മൾ ഈ കറക്റ്റ് ഈ ഒരു 9.5 ഇഞ്ചും തമ്മിൽ നമുക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ചെറിയൊരു ആം ഹോൾ ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ അടുത്ത് ലെങ്ത്ത് 13.5 ഞാൻ വേസ്റ്റിൻ്റെ അടുത്ത് വരുന്ന ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് അളവ് വരുന്നത് ഏകദേശം 30 ഇഞ്ചോളം. 30 ഇഞ്ച് പറയുമ്പോൾ പകുതി വരുമ്പോൾ നമ്മുടെ 7.5 ഇഞ്ച്. 30ൻ്റെ പകുതി 15, 15ൻ്റെ പകുതി 7.5. അപ്പം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് 7.5 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. അത് ഞാൻ എന്താക്കി ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഒരു 8.5 ഇഞ്ചിൽ കൊടുത്തു. 8.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച്
തയ്യൽ തുമ്പ് ഒരു 9.5 ഇഞ്ചിൽ കൊടുത്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ വേസ്റ്റിലേക്ക് ചെറുതായിട്ട് ഒരു ഷേപ്പ് കൊടുക്കാം. ഈ ഷേപ്പ് കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടുന്ന് താഴത്തേക്ക് നമുക്ക് സൈഡിലേക്ക് കൂടി ഒരു വര ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. വേറെ വലിയ പണിയൊന്നുമില്ല. താഴത്തോളം എത്ര ലെങ്ത്ത് വരുന്ന വെച്ചാൽ ആ ലെങ്ത്ത് വരെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം കേട്ടോ. നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിലേക്ക് വരുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് 5.5, ബാക്കിലേക്ക് 6 ഇഞ്ച്. അപ്പോൾ ഇതുപോലെ എടുക്കാം. ഒരു 6 ഇഞ്ച് ജസ്റ്റ് തന്നെ മാർക്ക് ചെയ്തു. നമ്മുടെ 2.25 ഇഞ്ച് 2.25 ഇഞ്ച് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. 6 ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തു. നമുക്ക് ബാക്കിലേക്ക് വരുന്നത് 5.5 ഇഞ്ച്, ഫ്രണ്ടിലേക്ക് വരുന്നത് 5.5 ഇഞ്ച്, ബാക്കിലേക്ക് 6 ഇഞ്ച്. അപ്പോൾ ഈ 5.5 വെച്ചിട്ട് ഇങ്ങോട്ടേക്കൊരു വര വരച്ചിട്ട് നമുക്ക് 2 നെക്ക് വരച്ചെടുക്കാം. നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഫ്രണ്ടിലത്തെ 5.5-നേക്കാളും കൂടുതലാണ് ബാക്കിൽ വരുന്നത്. നമുക്ക് ആദ്യം ഒന്ന് കട്ടാക്കിയിട്ട് പീസ് മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു യു ഷേപ്പ് വരച്ചു. അതുപോലെ ഇതും ബാക്കിലെത്തതും ഇതുപോലെ ചെറിയൊരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂനക്കാന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യാം. ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു പീസ് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ കട്ട് ചെയ്യാം. അപ്പോൾ സൈഡൊക്കെ ഇതാ കണ്ടില്ലേ, ഇതുപോലെ താഴത്തോളം ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ് നോക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് നമ്മൾ എടുക്കേണ്ടത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് വെച്ചാൽ നമുക്ക് ലെങ്ത്ത്, സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാം കേട്ടോ. ഏകദേശം സ്ലീവിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച് കേട്ടോ. 5 ഇഞ്ച് വരും സ്ലീവ് ലെങ്ത്ത്. 5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് പറയുമ്പോൾ ഏകദേശം 6.5 ഇഞ്ചിൽ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇത് കറക്റ്റ് ഉണ്ടോ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ ചെറിയൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് 6.5 ഇഞ്ച് കൊടുക്കാം കേട്ടോ. 6.5 ഇഞ്ച് ഇത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. 6.5 ഇഞ്ച്. ഇനി നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കാം. എത്രയാണ് ചെസ്റ്റ് അളവ് വരുന്നത് ഇവിടെ നോക്കുന്ന സമയത്ത് ഏകദേശം 9.5 ഇഞ്ച്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 9.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നോക്കാം. എവിടെയാണ് 9.5 ഇഞ്ച് വരുന്നത് നോക്കാം. ഏകദേശം ഇവിടെയാണ് 9.5 ഇഞ്ച് വരുന്നത്. ഇവിടെയാണ് 9 ഇഞ്ച് വരുന്നത്. ഒമ്പതര ഇഞ്ച് ഇവിടെ വരും. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴ്ത്തിക്കിട്ട് കൊടുക്കും. അത് സാധാരണ നമ്മൾ ടോപ്പൊക്കെ അടിക്കുമ്പോൾ കൊടുക്കുന്നില്ലേ, ആ ഒരു 3 ഇഞ്ച് താഴ്ത്തി കൊടുക്കാം. പിന്നെ വേണ്ടത് വെച്ചാൽ നമ്മുടെ കൈൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 12.5 ഇഞ്ച്. 12.5 ഇഞ്ച് പറയുമ്പോൾ 6.25 വരുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഒരു 6.25 ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. 6.25 ഒന്നിച്ച് നമുക്ക് ഇവിടെ ചെറുതായിട്ട് ജോയിൻ ചെയ്യാനുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് ജോയിൻ്റ് ആക്കാനുണ്ട്. അപ്പം അതിനും അതുപോലെ തന്നെ തയ്യൽ തുമ്പ്, ഈ ഒരു സൈഡിൽ തയ്യൽ തുമ്പ് ആവശ്യമുണ്ട്. ജോയിൻ്റ് ആക്കാൻ ഒരു 1/2 ഇഞ്ച്, പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇത്ര പോലെ കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ നമുക്ക് ഷേപ്പ് ആക്കാം. ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇവിടത്തേക്ക് നമ്മുടെ സ്ലീവ് വരച്ചെടുക്കാം. എനിക്ക് ഈ ഒരു സൈഡ് എപ്പോഴും സ്ലീവ് വരക്കാൻ ഒരു ലെവൽ ഉണ്ടാവലില്ല. എന്നാലും ജസ്റ്റ് ഇതുപോലെ സ്ലീവ് വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ലീവ് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ഈ ഒരു അളവിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. ബാക്കി നമുക്ക് ഇവിടെയൊക്കെ ലെവലാക്കി പിന്നെ നമുക്ക് ജോയിൻ്റ് ആക്കാം കേട്ടോ. സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം നമുക്കിതാ ഈ ഫ്രണ്ടിലത്തെ പീസ് ഇതുപോലെ നീക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ഈ ഒരു നെക്ക്, ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് വരുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് ഈ 2 പീസും ഒന്ന് മാറ്റി വെക്കാം. ഫ്രണ്ടിൽ പിന്നെ ക്രോസ് പീസൊക്കെ നമുക്ക് സൈഡിൽ നിന്നാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവ് ഇതുപോലെ കറക്റ്റാക്കി വെക്കാം.
ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കവിടെ ചെറിയൊരു പീറ്റർ പാൻ കോളർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. അതിന് ശേഷം നമ്മുടെ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുക കേട്ടോ. കഴുത്തിൻ്റെ അകലം വരുന്നത് ഏകദേശം 2.25 2.25 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2.25 കഴുത്തിൻ്റെ അകലം ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ലെങ്ത്ത് വരുന്നത് നമുക്ക് ഏകദേശം ഒരു 5 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. അത് നമുക്ക് ബോക്സ് ആക്കിയിട്ടൊന്ന് വരച്ചിട്ട് നമ്മുടെ നെക്കൊന്ന് ഇതിൽ വരച്ചെടുക്കാം കേട്ടോ. 5 ഇഞ്ച് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടത് ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നെക്ക് വരച്ചെടുക്കുക. ഒന്നിട്ട് നമുക്ക് നെക്ക് വരക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വരച്ചെടുത്താലും മതി. എനിക്ക് വിട്ട് പോയിട്ട് ആദ്യം പിന്നെ ഇതിലുള്ളത് ഇതുപോലെ ഇങ്ങനെ നെക്ക് വെക്കുക. അതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുക്കട്ടോ. ഇപ്പം നമുക്ക് ഇല്ലേനേക്കാളും കുറച്ചും കൂടി കൂട്ടിയിട്ട് എടുക്കട്ടോ. പിന്നീട് നമുക്കത് ലെവൽ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് എത്രയാണോ വീതി വേണ്ടതെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ബാലൻസ് ഞാൻ 2.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഷോൾഡർ വരുന്ന 3 ഇഞ്ചല്ലേ നമുക്ക് കൊടുത്തത്. അപ്പോൾ 2.5 ഇഞ്ചിൽ എടുക്കാം കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ചിൽ ഫുള്ളായിട്ട് നമുക്ക് താഴത്തോളം ഇതേ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അല്ലേ 2.5 എടുക്കുന്നില്ല കേട്ടോ. എനിക്ക് ലേസ് വരാണ്ട് സൈഡ് അത് നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ 2 ഇഞ്ചിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഷേപ്പും കൊടുക്കും കേട്ടോ. ഇനി നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇതുപോലത്തെ ഒരെണ്ണം കൂടി വേണം കേട്ടോ. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കത് ഈ ഒരു ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ മറ്റേത് അതേപോലെ വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. വരച്ചെടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നൊക്കെ കുത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാ. എന്നിട്ട് ഇതുപോലെ നല്ല മെറ്റീരിയൽ എടുക്കാം. അതിനുശേഷം നമുക്കിത് ഈ ഒരു അറ്റത്ത് ഇതേ അളവിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്കിത് ഇതേ അളവിൽ ഇങ്ങനെ ഇവിടം വരെ ഈ ഒരച്ചം വരെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അതേപോലെ ഓപ്പോസിറ്റ് വശത്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കത് ഇതുപോലെ പിടിച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ മറ്റേ മെറ്റീരിയലും ഇതുപോലെ ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കാം കേട്ടോ. തിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ ക്യാൻവാസിൻ്റെ സൈഡിലേക്ക് കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത്രയും ലെങ്ത്ത് ആവശ്യമില്ല. ഞാൻ പിന്നെ കുറച്ച് അധികം എടുത്ത് നമുക്ക് അടിച്ച് കഴിഞ്ഞ് ബാലൻസ് കട്ട് ചെയ്ത് കളയാന്ന് വെച്ചാൽ കുറച്ചധികം ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇത് വരുന്നത്. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം ഫ്രണ്ടിലേക്ക്. സിബ് എടുക്കട്ടെ. ഞാനിപ്പോൾ ചെറിയ സിബാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ ഒരു അറ്റത്ത് വരുമ്പോൾ നമുക്ക് സിബ് ഇവിടം വരെയാണ് വരുന്നത്. നമുക്കപ്പോൾ ഓപ്പൺ ആക്കി കൊടുക്കേണ്ടത് അതായത് കുറച്ച് മുകളിലായിട്ട് ഒരു ഇത്ര വരെ നമുക്ക് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരു ഇത്ര വരെ നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാം. കറക്റ്റ് ഇത് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടും കേട്ടോ. ഇത്ര വരെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അത് ഏകദേശം ലെങ്ത്ത് വരുന്നത് ഒരു 7.5 വരുന്നുണ്ട് കേട്ടോ. ഒരു 7.5 വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 7.5 വരെ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ കറക്റ്റ് സെൻറ്റർ നോക്കി വെക്കാം. സെൻറ്റർ നോക്കി വെച്ചതിന് ശേഷം ഇതുപോലെ പിടിച്ചിട്ട് നമുക്കൊന്ന് കട്ടിട്ട് കൊടുക്കാം. അവിടം വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പീസ് വേണം. അപ്പം എൻ്റെ ഈ നൈറ്റി തുണിയിൽ ഏകദേശം പീസ് ഞാൻ എല്ലാത്തിനും എടുത്തു. പീസ് ഇല്ലാത്ത കൊണ്ട് ഇതുപോലത്തെ ഒരു ലൈനിങ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളൊരു 7.5 അല്ലേ എടുത്തിട്ടുള്ളത്. അപ്പം അതിനേക്കാളും കുറച്ച് അധികം എടുക്കുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ. ഒരു 50 ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്ര വീതി വേണമെന്നില്ല. നമുക്ക് കുറച്ച് വീതി കുറച്ച് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് നമ്മൾ എത്ര 7.5 ഇഞ്ചിലല്ലേ എടുത്തിട്ടുള്ളത്. കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഒരു 7.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടം വരെ നമുക്കിത് ഇതുപോലെ സെൻറ്ററിൽ കട്ടിട്ട് കൊടുക്കാം. ഇത്രയും കട്ടിട്ട് കൊടുത്തു. അതിനുശേഷം ചെയ്യേണ്ടത് ഇത് ഇതുപോലെ എടുക്കാം. കറക്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഇവിടുന്ന് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് ആ ഒരു പോയിന്റ് കിട്ടണം കേട്ടോ. പോയിന്റ് കറക്റ്റ് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആ ഒരു പോയിന്റ് കറക്റ്റ് കിട്ടണം കേട്ടോ. പക്ഷെ നമുക്ക് കട്ട് കൊടുക്കാൻ പാകത്തിനാണ്. ഇതുപോലെ നമുക്ക് ഇവിടെ കുത്തി നിർത്താം. ഇവിടെ കുത്തി നിർത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇവിടുന്ന് ഇവിടെ കുത്തി നിർത്തിയിട്ട് ആദ്യം മുകളിലോട്ടേക്ക് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അത് കറക്റ്റായിട്ട് ഇവിടെ കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു പോയിന്റ് നിർത്താം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു കര മടക്കി അടിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം. അതായത് ഇപ്പോൾ മടക്കിക്കൊന്നും അടിക്കുന്നില്ല. അതിനുശേഷം പ്രസ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സിബ് വെക്കാൻ വേണ്ടിയിട്ട് സിബ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിങ്ങനെയല്ലേ നമുക്ക് ഈ ഒരു പല്ല് ഇവിടെ വരുന്നത്. ഇത് കറക്റ്റ് ഇവിടെ കിട്ടാൻ ഇത് നേരെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ സൈഡിലേ കൂടുതൽ സ്റ്റിച്ച് ഇടാം. അതിന് ശേഷം നമുക്കിത് ഈ പല്ലിവിടെ നീക്കി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് നേരെ ഇതിങ്ങനെ തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുത്തിട്ട് ആദ്യം ഈ സൈഡ് അടിക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിലേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വൺ സൈഡ് ഫൂട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഫൂട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഈ ഒരു സിബ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വന്നു കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഞാൻ കാണിക്കാത്ത വെച്ചാൽ ലെങ്ത്ത് ആവണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇത് ഫസ്റ്റത്തെ ഒരു സ്റ്റിച്ച് കൊടുത്തു. അതേസമയം പല്ല് നീക്കി ഇത് രണ്ടാമത്തെ ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റിച്ച് സാധാരണ വെക്കുന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ. അത് ഫുള്ളായിട്ട് അടിക്കണ്ട കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് പറയാൻ പറ്റുമോ, ചെറുതായിട്ടൊരു ഗ്യാപ്പ് നമുക്ക് മാക്സിമം അടിക്കാൻ പറ്റുന്നത്ര അടിക്കാൻ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിബ് ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേ കൂടി നമുക്ക് സിബ് ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സിബ് ഉള്ളിലോട്ടേക്ക് എത്തും. അതിന് ശേഷം നമുക്ക് ചെറിയൊരു ഷേപ്പ്, അതായത് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് അടക്കണ്ടേ, അതായത് ചെറിയൊരു ഗ്യാപ്പില്ല, അത് അടക്കണ്ടേ. കറക്റ്റ് നമുക്കത് ഈ ഒരു സെൻറ്റർ, ഇതാണ് നമ്മൾ സെൻറ്റർ നേരത്തെ മടക്കി വെച്ചുകൊണ്ട് ആ ഒരു സെൻറ്റർ മനസ്സിലാകുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് കുറച്ച് താഴ്ത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ക്രോസിൽ സ്റ്റിച്ച് കൊടുക്കാം. അതായത് ഇത് കുറച്ച് മുകളിൽ നിന്നായിട്ട് ഇത് ഒരു ഇത്ര വരെ വേണമെന്നില്ല, ഇത്ര വരെ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതാ ഇതുപോലെ എടുത്തിട്ട് ക്രോസിൽ ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തും. അതുപോലെ ഈ ഒരു പീസിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 മടക്കൊന്നും മടക്കിയിട്ടില്ല, ഒറ്റ മടക്ക് മാത്രമേ മടക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇതുപോലെ ആയിരിക്കും കേട്ടോ. വേറെ ജസ്റ്റ് നഖം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് സിബ് ഇതുപോലെ ഇത്ര വരെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ശേഷം നമ്മുടെ പീറ്റർ പാൻ കോളറിൽ ഇതുപോലെ ചെറിയൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കത് ഇവിടെ വെച്ചിട്ട് അടിക്കാം കേട്ടോ. കറക്റ്റ് എവിടെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ കുറച്ച് സിബിനേക്കാളും കുറച്ച് ഇതുപോലെ ഇങ്ങനെ വിട്ടിട്ടുണ്ട്. ഇട്ടെടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് മുകളിലോളം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു സൈഡും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ 3 ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഫ്രണ്ടിലേക്കും 1 ബാക്കിലേക്കും വരുന്നതും. നമുക്കത് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ക്രോസ് പീസ് നല്ല വശത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ എത്തുന്ന സമയത്ത് എനിക്ക് ഇത്രയൊന്നും മെറ്റീരിയൽ ആവശ്യമില്ല, കട്ട് ചെയ്ത് കളയാം. ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് മെറ്റീരിയൽ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശം ചെയ്തെടുക്കാം. നമ്മത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. പ്രസ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കുറച്ച് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരേ അളവിൽ ഇങ്ങനെ മടക്കി എടുത്തിട്ട് നമുക്ക് ഇതിവിടെ എത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു അറ്റത്തേ കൂടി പ്രസ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് എല്ലാം കൂടി ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പ്രസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാലൻസ് വരുന്ന മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തിട്ട് ആ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തുള്ള മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നല്ല വശത്തേ കൂടി
നമ്മ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഫ്രണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുത്തും. അതുപോലെ ബാക്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ച് കൊടുത്തു കേട്ടോ. ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത കണക്കാനെ ഫ്രണ്ടിലേക്ക് ചെയ്ത കണക്കാനെ ഇതുപോലെ കുറച്ച് ഇതുപോലെ മടക്കിയിട്ട് അടിച്ചിട്ടുണ്ട്. ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പീസില്ലേ, നമ്മളിപ്പോൾ ക്രോസ് പീസ് വെച്ച പീസും ആ പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് കവർ ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങോട്ട് കവർ ചെയ്തിട്ട് ഇവിടെയും ജോയിൻ ചെയ്യാം. അതിനുശേഷം സ്ലീവ് വെച്ച് കൊടുക്കാം കേട്ടോ. ആ സ്ലീവിൻ്റെ ഇതുപോലെ സ്ലീവിൻ്റെ അറ്റത്തും കൂടി ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ലീവ് നമുക്ക് ജോയിൻറ്റ് ചെയ്യാനുണ്ടായി, അത് ഞാൻ ജോയിൻ ചെയ്തെടുത്തു. രണ്ടും ഇതുപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തും. അതിന് ശേഷം ഈ രണ്ട് പീസും ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ അടിവശം മടക്കി അടിച്ചു, രണ്ടായിട്ട് മടക്കി അടിച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് ഞാൻ ലേസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ മനസ്സിലാവുന്നൊന്നുമില്ല, അത് പ്രിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് ഒരേ സൈഡ് പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും. ഇതിപ്പോൾ അങ്ങനത്തെ പ്രിൻ്റ് ആയത് കൊണ്ടാണ് എനിക്കിവിടെ ജോയിൻറ്റ് വെക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് വരുന്ന ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. സ്ലീവൊക്കെ വെച്ചതിന് ശേഷം സൈഡ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിന് അടിവശം നമുക്ക് ലെങ്ത്ത് നമ്മൾ നേരത്തെ കറക്റ്റ് ആയിരുന്നില്ല കട്ട് ചെയ്ത്, അപ്പോൾ ലെങ്ത്ത് കുറക്കാൻ കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ ലെവൽ ചെയ്ത ശേഷം അടിവശം കൂടി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.